ഹായ്, ഇന്നത്തെ ഒരു പനംകുറ്റിയുടെ ഓൾഡ് പനംകുറ്റി, അതായത് നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു 2 വീഡിയോ മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നിന്ന് ബാക്കി വന്ന അതിൻ്റെ മെരടിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ വീഡിയോ നമുക്ക് ഇവിടെ കാണിക്കാം. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ ആ പനംകുറ്റി കൊണ്ട് നമ്മൾ ചെയ്ത വീഡിയോ ഇത് വെച്ചിട്ട് അതിൽ നിന്നും നമ്മൾ കട്ട് ചെയ്ത ഈ പീസ് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മൾ പനംകുറ്റിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഭാഗം, ഇതിൻ്റെ ഈ നടുഭാഗം നമുക്ക് ഇത് ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ദ്രവിച്ച് തുടങ്ങിയ ഈ ഭാഗം നമുക്ക് മുഴുവനായിട്ടും ഇതിൽ നിന്നും കട്ട് ചെയ്ത് ചെത്തിയെടുത്ത് മാറ്റണം. അപ്പോൾ അത് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെ കാമ്പ് മുഴുവൻ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ചെത്തിയെടുത്ത് കളഞ്ഞു. ഇനി നമുക്കത് നന്നായിട്ട് നമ്മളത് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 റീപ്പർ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ നടുഭാഗത്തായിട്ട് 2 സൈഡിലായിട്ട് നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു റീപ്പർ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ റീപ്പർ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുക. ആണി കൊടുത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 2 റീപ്പർ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് പീസുകൾ, അതായത് നമ്മുടെ ആ പനയുടെ കുറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസുകളാണ്. അത് ഇതേപോലെ 3 പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേസ്റ്റ് വന്ന പീസുകളൊക്കെ തന്നെയാണ് അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതും ഇതേപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ആണി കൊടുത്ത് നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ആ 3 പീസുകൾ നമ്മൾ നന്നായിട്ട് ആണികൾ കൊടുത്തിട്ട് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെയുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്തേക്കായിട്ട് ഒരു വലിയ പീസ്, പിന്നെ 2 പീസ് 2 ചെറിയ പീസിൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം അതും നമുക്കതിൽ ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതേപോലെ തന്നെ നമ്മൾ ആണി കൊടുത്തിട്ട് അത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ 3 തട്ടുകളും നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല ബലത്തിൽ തന്നെ നമ്മളത് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ ആ ഫിറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെയുള്ള മരത്തിൻ്റെ, അതായത് ഫർണിച്ചർ കടയിൽ നിന്നൊക്കെ മരത്തിൻ്റെ ആ ചിപ്പിലി അടിക്കുമ്പോൾ, അതായത് മരം ഫിനിഷിങ് ചെയ്യുമ്പോൾ വരുന്ന ആ ചീളുകളാണ്. ആ ചീളുകൾ നമ്മൾ എടുത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അത് വിതറി എടുക്കുന്നുണ്ട്. അപ്പോൾ നടുഭാഗത്ത് കൊടുത്ത 3 പീസുകൾക്കൊഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും നമ്മളിതാ
നമ്മുടെ മരത്തിൻ്റെ ആ ചീളുകൾ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് വിതറിയെടുത്തു. നടുഭാഗത്തെ ഈ മരത്തിന് നമ്മൾ ഈ വുഡ് പീസിന് മാത്രം നമ്മളൊരു റെഡ് കളർ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് വരഞ്ഞിട്ട്, അതായത് ഒരു ജനലുകൾ പോലെയൊക്കെ ഒന്ന് വരഞ്ഞിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് നമ്മളതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് സ്ലീക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ വരഞ്ഞ ഭാഗത്ത്, അതായത് നടുഭാഗത്ത് വരുന്ന 3 പീസിൻ്റെ മുകളിൽ മാത്രമാണ് നമ്മൾ ഇതേപോലെ സ്ലീക്ക് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്ലീക്ക് അടിച്ചെടുത്തു. ഇനി ഉണങ്ങിയാൽ നമുക്കിത് ചുമരിലേക്ക് തൂക്കാം. അപ്പോൾ നമ്മുടെ ചുമരിലേക്ക് നമ്മൾ ഇതേപോലെ ഹാങ്ങിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ വാൾ ഷെൽവിന് 3 തട്ടുകളാണ് വരുന്നത്. അപ്പോൾ 2 ചെറിയ തട്ടുകളിൽ നമുക്ക് ഇതേപോലെ സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നടുഭാഗത്ത് വരുന്നത് വലിയ തട്ടിൽ നമുക്ക് ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കാൻ കഴിയും. അങ്ങനെ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നമുക്കിത് വീട്ടിൽ നമ്മുടെ ചുമരിൽ നമുക്ക് ഹാങ്ങിങ് ചെയ്തിട്ട് ഇതേപോലെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.